കൃഷ്ണായ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 6-ാമത്തെ അധ്യായം. അതിൽ 26-ാമത്തെ ശ്ലോകം പറയണു. 9-ാമത്തെ ഭാഗമായിട്ട്. ഓം. ഏതാവതുക്തോ പരരാമ തന്മഹദ്ഭൂതം നഭോ ലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശീർഷ്ണാവനാമം വിദധേനുകമ്പിതാം. നഭോലിംഗം, ആകാശത്തില് മൂർത്തി കാണിക്കുക, അല്ലെങ്കിൽ ഒരു രൂപത്തെ കാണിക്കുക. നമ്മൾ ആകാശത്തിൽ മേഘങ്ങൾക്ക് ചില രൂപങ്ങളൊക്കെ കാണാറുണ്ട്. മേഘങ്ങൾക്ക് രൂപം കാണുമ്പോൾ കുറച്ച് ചിലപ്പോൾ സങ്കല്പിക്കായിട്ട് വേണ്ടി വരും, ചിലപ്പോൾ വ്യക്തമായിട്ടുള്ള രൂപങ്ങൾ കാണും. അത് എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ കൃത്യമായിട്ട് കാണും. ഇവിടെ നഭസ്സിൽ, ആകാശത്തിൽ, അന്തരീക്ഷത്തിൽ അവിടെ ഭഗവാന്റെ ഈ രൂപത്തെ ഉണ്ട്, പക്ഷേ വ്യക്തമല്ല, ആ രീതിയിൽ കണ്ടു. അലിംഗം ശരിക്ക് കാണാൻ കഴിയണില്ല, എന്നാലുണ്ട്. കാരണം അശരീരി പറഞ്ഞല്ലോ. അശരീരി പറഞ്ഞപ്പോൾ നാരദന് കേൾക്കാൻ തരായി. നാരദന് കേൾക്കാൻ തരായത് അവിടെ രൂപം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ സങ്കല്പം ചെയ്തു. സങ്കല്പം ചെയ്യാറൊക്കെ ആയിട്ടുമുണ്ട്. ചെറിയ ഉണ്ണിയാണ്, പക്ഷെ സൂക്ഷ്മമല്ല, അവിടെ കാണുന്നില്ല. അങ്ങനെയുള്ള ഈ ഈശ്വരനെ തത് മഹദ്ഭൂതം, ഏറ്റവും ഈ ശ്രേഷ്ഠമായിട്ടുള്ള, അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇതൊക്കെ പഞ്ചഭൂതാത്മകമാണ്. ആകാശം അതിൽപ്പെട്ടതാ. അപ്പം അതിൽ മേഘവും അതിൽപ്പെടും. അപ്പം അത് ഭൂതം തന്നെയാണ്. പക്ഷെ ആ ഭൂതം ഈ മഹത് തത്വമാണ്, ഈശ്വരനാണ്. മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കടന്ന ഭാവമാണ്, അല്ലെങ്കിൽ ഭഗവാൻ ശരിക്കും ഒരു സകല സ്വരൂപം എടുത്ത ഭാവമാണ്. അപ്പോൾ ആ മഹദ്ഭൂതത്തെ നമ്മളൊരു സങ്കല്പിക്കുകയാണ് ആകാശത്തെ ഈ രൂപം എങ്കിലും ചിലപ്പോൾ വ്യക്തമായിട്ട് കാണും, ചിലപ്പോൾ അവ്യക്തമായിട്ട് കാണും, ചിലപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ ആ മേഘത്തിന് കാണാറുണ്ട്. അങ്ങനെയുള്ള ആ മഹദ്ഭൂതം ഏതാവത് ഇത്രമാത്രം ഉക്തുവ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു. ഇപ്പം നാരദനോട് 4 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഈ ജന്മം കൊണ്ട് കാണാൻ പറ്റില്ല, അഗോചരനാണ് ഞാൻ, എന്നാലും ഇത് കാണിച്ചു തന്നത് എന്നും എന്നെ സ്മരിക്കാനാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് പറഞ്ഞതിന് ശേഷം ഉപരരാമ വിരമിച്ചു. വിരമിച്ചു വെച്ചാൽ വാക്കുകൾ നിർത്തി, പിന്നെ വാക്ക് പറഞ്ഞില്ലേ. അഹം ച അനുകമ്പിത, ഞാനും ആ ഭഗവാന്റെ അനുകമ്പയ്ക്ക് പാത്രമായി തീർന്നു. അവിടെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഭഗവാൻ കാണിച്ചു കൊടുത്തു രൂപം ഹൃദയത്തിലാണ്. ഇതിപ്പോൾ ആകാശത്താണ്. ഹൃദയത്തിൽ വ്യക്തത, ആകാശത്തിൽ അവ്യക്തത. അപ്പോൾ വാക്കുകൾ വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും കാണണമെന്ന് ഒന്നുകൂടി ആഗ്രഹം തോന്നി. പക്ഷേ വാക്ക് പറഞ്ഞത് കാണാൻ കഴിയില്ല എന്നാ. അപ്പോൾ പിന്നെ രണ്ടാമത് അതിന് ശ്രമിക്കരുത്. അപ്പോൾ അതുകൊണ്ട് അതിനെ വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഉള്ളിൽ ബോധം വന്നു. എന്താ ബോധം വന്നത്? എന്നെ ഭഗവാൻ ഇഷ്ടപ്പെടുന്നു, എന്നോട് ഭഗവാന് അനുകമ്പയുണ്ട്. ഞാനിപ്പോൾ ദാസീപുത്ര ഭാവത്തിലാണ്, അജ്ഞാനിയാണ്. എനിക്ക് 5 വയസ്സേ ആയിട്ടുള്ളൂ. ഈ ജന്മത്തിൽ ഭഗവാന് ദർശനം തരാൻ നിവർത്തിയില്ല. അപ്പം അതുകൊണ്ട് കാത്തിരിക്കൂ, ഭഗവാങ്കൽ എത്തും എന്നാ പറഞ്ഞതേ. ഭഗവാന്റെ ഭക്തനായിട്ട് ഇഷ്ടനായിട്ട് മാറും എന്നൊക്കെ അനുഗ്രഹിച്ചു. അപ്പം അതൊക്കെ അനുകമ്പയ്ക്ക് താൻ പാത്രമായി എന്നുള്ളത് ഓർപ്പിച്ചു. അതുകൊണ്ട് മഹതാം, ഏറ്റവും മഹത്തായിട്ടുള്ള മഹീയസെ, ആ ഭഗവാനിൽ, മഹതാം മഹീയസെ, ഏറ്റവും വലിയതായിട്ടുള്ള ആ വലുതിൽ, തസ്മൈ, ആ ഭഗവാനായിക്കൊണ്ട്, ശീർഷ്ണ, ഞാൻ എൻ്റെ ശിരസ് അവനാമം നമസ്കരിക്കുക തന്നെ ചെയ്തു. ഭൂമിയിൽ സ്പർശിച്ചു. ശിരസ് വിദധേ, നമസ്കാരം വിധാനം ചെയ്തു. ഭൂമിയിൽ ഞാൻ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. ഏകദേശം ഇന്ന ദിക്കിൽ നിന്നാണ് ശബ്ദം കേട്ടത്. അവിടെ സങ്കല്പിച്ച് നോക്കിയപ്പോൾ ആകാശത്ത് ഒരു അവ്യക്ത രൂപത്തെ കണ്ടു. ആ ഭഗവാന്റെ രൂപത്തെ സ്മരിച്ചുകൊണ്ട്, സനകാദികൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ഈ ഭഗവത് രൂപങ്ങൾ പലതുമുണ്ട്. ആ രൂപത്തെ നല്ലോണം സ്മരിച്ചു. എന്നിട്ട് ആദ്യം കണ്ടതായിട്ടുള്ള രൂപത്തെ സ്മരിച്ചു ഹൃദയത്തിൽ.
അങ്ങനെ ഹൃദയത്തിൽ കണ്ട രൂപം പുറമെ അവ്യക്തമാണെങ്കിലും ആകാശത്തുണ്ട് എന്ന് സങ്കല്പിച്ചു. അങ്ങനെ ആ അവ്യക്ത രൂപത്തെ ഭഗവത് രൂപമായിട്ട് കണ്ടുകൊണ്ട് മഹതാം മഹീയസെ, ഏറ്റവും മഹത്തിൽ മഹത്തായിട്ടുള്ള ആ ഈശ്വരനായിക്കൊണ്ട് ഞാൻ നമസ്കാരം ചെയ്തു. ഏതാവത് ഉക്തുവ ഉപരരാമ, ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അത് വിരമിച്ചു, ആ വാക്ക് വിരമിച്ചു. തത് മഹദ്ഭൂതം, അത് ഏറ്റവും വലിയ ഈ സകളസ്വരൂപമാണ്, ആ മഹദ്ഭൂതമാണ്. അങ്ങനെയുള്ള അത് നഭോലിംഗം, അത് ആകാശത്തില് രൂപം സ്വീകരിച്ചിട്ടുണ്ട്, എന്നാൽ അവ്യക്തമാണ്. നഭോലിംഗം, പക്ഷേ അലിംഗം ഈശ്വരം, ലിംഗരൂപത്തിൽ വന്നിട്ടില്ല, എന്നാലും ശരി ഇങ്ങനെ ഒരു ചെറുതായിട്ട് കാണാം, അവ്യക്ത രൂപമായിട്ട് കാണാം. അങ്ങനെയുള്ള ഈശ്വരനെ അഹം ച, ഞാനും തസ്മൈ, ആ ഭഗവാനായിക്കൊണ്ട് മഹതാം മഹീയസെ, മഹത്തിൽ ഏറ്റവും മഹത്തായിട്ടുള്ള ആ ഭഗവാനെ ശീർഷ്ണ, എൻ്റെ ശിരസ് കൊണ്ട് അവനാമം നന്നായിട്ട് നമസ്കരിച്ചു. വിദധേ, അത് വിധാനം ചെയ്തു, എന്നുവെച്ചാൽ ഭൂമിയിൽ പ്രത്യക്ഷമായിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. അനുകമ്പിത, കാരണം ഭഗവാന്റെ അനുകമ്പയ്ക്ക് പാത്രമായി ഞാൻ, അതുകൊണ്ടാണ്. എന്തൊരു സൗകര്യ, എന്തൊരു സുഖ, എന്തൊരു അനുഭൂതിയ. കാണാൻ കഴിഞ്ഞില്ല, ശരിയാണ്, എങ്കിലും അവ്യക്തമായിട്ടുള്ള രൂപത്തെ കണ്ടപ്പോൾ ഭഗവാനെ നമസ്കരിക്കാൻ സാധിച്ചു. ആ സ്മരണ മുഴുവനും മനസ്സിലുണ്ട്, അതിന്റെ പൂർണ്ണ ഫലം ഭഗവാൻ കൊടുക്കുകയും ചെയ്യും. നഭോലിംഗം അലിംഗം ഈശ്വരം തത് മഹദ്ഭൂതം ഏതാവത് ഉക്ത ഉപരരാമ അഹം ച അനുകമ്പിത മഹതാം മഹീയസേ തസ്മൈ ശീർഷ്ണ അവനാമം വിദധേ. ഈ ആകാശത്തില് ഏകദേശം ഒരു മൂർത്തിയോട് കൂടിയിട്ട്, മൂർത്തിഭാവത്തോടു കൂടിയിട്ട്, കാണാൻ കഴിയുന്നില്ല എങ്കിലും ഒരു മൂർത്തിഭാവം അവിടെ ഉണ്ട്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഈ ഭഗവാൻ, അത് മഹാഭൂതമായിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും മഹത്ത് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ഇത്രമാത്രം പറഞ്ഞിട്ട് ഭഗവാന്റെ വാക്ക് ഭഗവാൻ നിർത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനും ഭഗവാന്റെ ഈ ദയയ്ക്ക് പാത്രമായിട്ടുണ്ട്. അതുകൊണ്ട് ആ മഹത്തുക്കളിൽ മഹത്തായിട്ടുള്ള ആ ഭഗവാനായിക്കൊണ്ട് എൻ്റെ ശിരസിനെ ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭഗവാന് നമസ്കാരം ചെയ്തു. ഏതാവതുക്തോപരരാമ, ഏതാവത് ഉക്ത്വ ഉപരരാമ, ഉക്ത്വ ഉപരരാമ, ഉക്തോപരരാമ, ഏതാവതുക്തോപരരാമ തത് മഹത്, തന്മഹത് ഭൂതം, അവിടെ ഒന്നിച്ച് വായിക്കണം, തന്മഹത് ഭൂതം, ഏതാവതുക്തോപരരാമ തന്മഹത് ഭൂതം, നഭോലിംഗം അലിംഗം ഈശ്വരം, നഭോലിംഗം അലിംഗം ഈശ്വരം, നഭോലിംഗം അലിംഗമീശ്വരം, അഹം ച തസ്മൈ മഹതാം മഹീയസേ ശീർഷ്ണാവനാമം, ശീർഷ്ണ അവനാമം, ശീർഷ്ണ അവനാമം, ഇപ്പോൾ ദീർഘം അത്രേ ഉള്ളൂ. ശീർഷ്ണാവനാമം വിദധേനുകമ്പിത, വിദധേ അനുകമ്പിത, വിദധേനുകമ്പിത. ഇനി 27ാമത്തെ ശ്ലോകം. നാമാന്യനന്ദസ്യ ഹതത്രപ പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാം പര്യടൻ സ്തുഷ്ടമനാ ഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സര. ഹതത്രപ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു വാക്കാണ്. ലജ്ജ എന്നാണ് ത്രപ എന്നുള്ളത്. അപ്പോൾ ഹതത്രപ, ലജ്ജ വിട്ടു. രുരുതു സുസ്വരം ദീന, ഗോപികമാര് ഭഗവാനെ വിളിച്ചത് അങ്ങനെയാണ്, ലജ്ജ വിട്ട് ഭഗവാനെ വിളിച്ചു എന്നാണ്. അപ്പോൾ ഹതത്രപ, ഇവിടെ ലജ്ജ എന്നുള്ളത് ഇല്ലാണ്ടേ. അനന്തസ്യ, ആ ഭഗവാന്റെ എന്താണ് അനുഗ്രഹം, ഗുഹ്യാനി അതിഗൂഢങ്ങളായിട്ടുള്ള നാമാനി, നാമങ്ങൾ, സഹസ്രനാമം അല്ലേ, എത്ര സഹസ്രനാമം പറയാൻ പറ്റില്ല, അത്രയും സഹസ്രനാമമുണ്ട്. അത് മുഴുവൻ പഠൻ, ഞാൻ അതിനെ പഠിച്ചു. ഓരോ നാമവും ലീലയാണ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ലീലാസ്മരണായി. കൃതാനി, അത് ചെയ്യപ്പെട്ടതുള്ള ഭദ്രാണി, അനവധി മംഗളങ്ങൾ, എന്താ ഭക്താനുഗ്രഹങ്ങളാണ്. ലോകഹിതം, ലോകത്തിന് മംഗളം. അപ്പോൾ ഹിരണ്യകശിപുവിനെ വധിച്ചു, പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു, 2 ലീല. പ്രഹ്ലാദൻ സ്തുതിച്ചു. അപ്പോൾ മറ്റൊന്നായി അർത്ഥം, അനവധി കാര്യങ്ങളായിരുന്നു മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആ കൃതാനി ഭദ്രാണി സ്മരൻ, ഭഗവാൻ ചെയ്തതായിട്ടുള്ള അതിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ആ മംഗളങ്ങളെ നല്ലോണം ഓർത്തു. എന്നിട്ടോ ഗാം പര്യടൻ, അങ്ങനെ ഭൂമിയെ വലം വയ്ക്കുക,
ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാം. എന്നിട്ടോ അങ്ങനെ പര്യടനം ചെയ്തിട്ട് തുഷ്ടമനാഹ, എപ്പോഴും മനസ്സ് സന്തോഷമുള്ള ഭാവത്തോട് കൂടിയിട്ട്. അപ്പോഴേക്കും ബ്രാഹ്മണനായി. പൂണുനൂലിട്ടൊന്നല്ല, സദാസമയത്തും സന്തുഷ്ടഭാവത്തോടു കൂടിയിട്ട് ജ്ഞാനിയായിട്ട് ഭഗവാങ്കലെത്താനുള്ള അതീവ മോഹം കൊണ്ട് പ്രപഞ്ച വിഷയങ്ങളെ മുഴുവൻ വിട്ടുകൊണ്ട് ഭഗവാന്റെ ഈ നാമത്തെ മാത്രം സ്മരിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ്. പര്യടൻ തുഷ്ടമനാഹ പര്യടൻ. എന്നിട്ടോ ഗതസ്പൃഹ. സ്പൃഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ്. കാമം, തൃഷ്ണ, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ്. ഒരാഗ്രഹവും ഇല്ല. ഗതസ്പൃഹ, ഒരു ആഗ്രഹവും ഇല്ലാത്ത ഭാവത്തിൽ ഞാൻ എത്തി. അപ്പോഴോ ഗതസ്പൃഹ വിമദഃ, അപ്പോൾ എനിക്ക് അഹങ്കാരം എന്നുള്ളത് ഇല്ല. എന്താ അഹങ്കാരം ഇല്ലാതെ? ഞാൻ ദേഹമാണെന്നുള്ള ബോധം പോലും ഇല്ല. ഞാൻ ഇപ്പോൾ ദേഹത്തിലാണല്ലോ ഇരിക്കുന്നത് എന്നുള്ളൊരു വിഷമേ ഉള്ളൂ. നമ്മളൊക്കെ ഞാൻ ദേഹമാണെന്നുള്ള ബോധത്തോട് കൂടിയിട്ടിരിക്കണു. നാരദൻ ആ സമയത്തേക്ക് ഞാൻ ദേഹത്തിലാണല്ലോ ഇരിക്കണത് എന്നുള്ള രീതിയിൽ എത്തിക്കഴിഞ്ഞു. എന്നുവെച്ചാൽ ഒരു താതാത്മ്യം വന്നിട്ടുണ്ട്, അത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വിശപ്പ് തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും വിഷയമല്ല, അതൊന്നും അറിയൂല. അങ്ങനെ ഗതസ്പൃഹനായിക്കൊണ്ട് വിമതനായിക്കൊണ്ട് വിമത്സരഹ, നിർമ്മത്സരാണാം സദാം. ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഈ നിർമ്മത്സരം, ഒരു മത്സരം ഇല്ലാതെ കണ്ട്, അഹങ്കാരമില്ലാതെ കണ്ട്, ആഗ്രഹമില്ലാതെ കണ്ടൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാൻ, അലക്ഷ്യ സഞ്ചാരം. ഇത് പരമഹംസന്മാർ ചെയ്യണതാ, സന്യാസിമാർ ചെയ്യണതാ. അങ്ങനെ സർവം ന്യസിച്ചു, ഒന്നുമില്ല, ഒന്നും വേണ്ടേനി, അങ്ങനെ സഞ്ചരിക്കുക. അപ്പോൾ വിമത്സരഹ വിമദഃ ഗതസ്പൃഹ, ഇങ്ങനെ നെഗറ്റീവ്സ് മുഴുവൻ ഒഴിവാക്കി. മാത്രമല്ല തുഷ്ടമനാഹ, വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് കാലം പ്രതീക്ഷൻ, എപ്പോഴാണാവോ എൻ്റെ ഈ ജീവൻ, ഈ പ്രാരബ്ധമാകുന്ന ഈ മനുഷ്യ ശരീരത്തിൽ നിന്നാണ് ഒഴിവായി കിട്ടുക, എന്നിട്ട് ഭഗവാനിൽ അങ്ങോട്ട് ലയിക്കുക. ഇത് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. ആത്മഹത്യ ചെയ്തില്ല എന്നർത്ഥം, പാടില്ല. അവിടെ ദുഃഖമില്ല. ദേഹബോധം ഉണ്ടെങ്കിലാണ് അഭിമാനാദികൾ വരുള്ളൂ. ആ അഭിമാനത്തിന് ക്ഷതം വരുമ്പോഴാണ് എന്നാ പൊയ്ക്കള എന്ന് വിചാരിച്ചിട്ട് വേണ്ടാത്തൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ദുഃഖം എന്നുള്ളത് ദേഹത്തിനാണ്. ഇനി അഥവാ മനസ്സിന് ദുഃഖം വന്നു വെച്ചാൽ അത് ദേഹസംബന്ധിയായിട്ടുള്ള മനസ്സിനാണ്, സ്വതേ ജീവന്റെ കൂടെ വരുന്നതാണ്. എങ്കിലും അത് വരില്ല, കാരണം പ്രപഞ്ചത്തെ വിട്ടു. അപ്പോൾ മരണം ഇങ്ങനെ കാത്ത് സഞ്ചരിച്ചു. എപ്പോഴാച്ചാ വന്നോട്ടെ എന്ന നിലയ്ക്ക്. നാമാനി അനന്തസ്യ, ഭഗവാന്റെ നാമം എത്ര എന്ന് ചോദിച്ചാൽ പറയാൻ നിർത്തിയില്ല. ഭഗവാൻ സ്വയമേവ തന്നെ അനന്തനാ. അനന്തം എന്നുള്ളത് ഭഗവാന്റെ ഈ എല്ലാ കാര്യത്തിലും ഉണ്ട്. ലീലകളുണ്ട്, അവതാരങ്ങളുണ്ട്, വലിപ്പത്തിലുണ്ട്, പലതും ഒക്കെ അനന്ത. ഭഗവാൻ അനന്തം എന്ന് പറഞ്ഞിട്ട് വേറൊരു മൂർത്തിഭാവം വേറെ ഉണ്ട് ഇനി. അപ്പം അങ്ങനെയുള്ള അനന്തൻ്റെ ഹതത്രപഹ, എൻ്റേതായിട്ടുള്ളൊരു ഭാവം എന്താ? എൻ്റെ ലജ്ജ മുഴുവൻ പോയി. എനിക്കിനി അങ്ങനെ ഒരു വിഷയമില്ല. എന്താ? ദേഹബോധം ഉണ്ടെങ്കിലേ ലജ്ജിക്കേണ്ട ആവശ്യമുള്ളൂ. പഠൻ, എന്താ പഠിച്ചത്? ഭഗവാന്റെ അനന്തസ്യ കീർത്തനങ്ങളെ പലതും പഠിച്ചുകൊണ്ടിരുന്നു. നാമാനി എന്നാ പ്രത്യേകം പറഞ്ഞ കേട്ടോ. അപ്പം അങ്ങനെയുള്ള ആ നാമങ്ങളെ പഠിച്ച് ഗുഹ്യാനി, അതിഗൂഢമായിട്ടുള്ള ഈ നാമങ്ങളിലെ ചില ലീല രഹസ്യങ്ങളുണ്ട്. അതൊക്കെ മർമ്മമൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പഠിക്കണതേ. ഭദ്രാണി, അതൊക്കെ വളരെ ഭദ്ര, ലോകഹിതം ആണ്. അതാണ് ഈ ഭദ്രം. ലോകത്തിന് ഹിതമാണ്. എല്ലാവർക്കും, ഭക്തന്മാർക്ക്, സാത്വികന്മാർക്ക് ഉയർച്ചയും, അതേപോലെ ഈ ദുഷ്ടന്മാരുടെ മുക്തി, ഇങ്ങനെയാണ് വരിക. അതാണ് ഭദ്രം. കൃതാനീച്ച, അതിങ്ങനെ സ്മരിച്ചും കൊണ്ട്. കൃതാനീച്ച സ്മരൻ, ആ ഭഗവാൻ ചെയ്തതായിട്ടുള്ള ഈ കാര്യങ്ങളിലെ ലീലകൾ അതെന്നെ ഓർത്തുകൊണ്ട്. ഗാം പര്യടൻ, ഗാം പര്യടൻ തുഷ്ടമന, പര്യടൻ തുഷ്ടമന, പര്യടൻ തുഷ്ടമന, പര്യടം തുഷ്ടമന. വായിക്കുമ്പോൾ അങ്ങനെ വേണം, മുറിക്കുമ്പോൾ പര്യടൻ തുഷ്ടമന. അപ്പോൾ അവിടെ മുറുക്കവും പോവും, സ് എന്നുള്ളതും പോവും. അങ്ങനെ ഗാം, ഗാം ച ഭൂമിയെ, ഭൂമിയിലൂടെ അങ്ങോട്ട് പര്യടൻ സഞ്ചാരം ചെയ്തു, നടന്നു. നടക്ക്, ഓടി, ഇരിക്കുക, കിടക്ക്, എന്താ ചാവ ഒക്കെ ഒരുപോലെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. പിന്നെയോ തുഷ്ടമനാഹ, വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട്. ഗതസ്പൃഹ, എല്ലാ ആഗ്രഹങ്ങളും പോയി, ഒരു കാമവും ബാക്കിയില്ല. കാലം പ്രതീക്ഷൻ, എപ്പോഴാണാവോ ഈ ശരീരം ഒന്നങ്ങോട്ട് ഒഴിവാക്കി കിട്ടുക, എന്നിട്ട് ഈ ജീവനെ ഭഗവാനിൽ എത്തിക്കാൻ സാധിക്കുക. വിമദഃ വിമത്സരഃ, വിമതോ വിമത്സര, എൻ്റെ അഹങ്കാരങ്ങൾ മുഴുവൻ പോയി. കാരണം ദേഹം ഉണ്ടെങ്കിലാണ് അഹമുള്ളൂ, അതില്ല, ആ വിഷയമില്ല. വിമത്സരഃ, പിന്നെ മറ്റുള്ള ദേഹത്തിനോടാണ് മത്സരിക്കേണ്ടത്. ആ ദേഹബോധമില്ലാച്ച പിന്നെന്ത് മത്സര? അപ്പം മത്സരമില്ല. നാമാന്യനന്ദസ്യ ഹതത്രപ പഠൻ,
ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാം പര്യടൻ സ്തുഷ്ടമനാഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സരാം. ഇനി 28ാമത്തെ ശ്ലോകം. ഏവം കൃഷ്ണമതേർബ്രഹ്മൻ അസക്തസ്യ അമലാത്മനാ കാലപ്രാദുരഭൂത് കാലേ തടിത് സൗദാമനി യഥാ. ബ്രഹ്മൻ അല്ലയോ വ്യാസമഹർഷേ, ബ്രാഹ്മണ, ഏവം ഇപ്രകാരം കൃഷ്ണമതേഹേ, എൻ്റെ ബുദ്ധി കൃഷ്ണനിൽ എത്തിയിരിക്കണം. അതുകൊണ്ട് ഞാൻ കൃഷ്ണ ബുദ്ധി ആയിരിക്കണം, താതാത്മ്യം പ്രാപിച്ചിരിക്കണം. അതുകൊണ്ട് അസക്തസ്യ, ഒന്നിലും ഒട്ടലില്ല, ആസക്തി എന്നുള്ള വിഷയമില്ല. എനിക്ക് പ്രപഞ്ചത്തിലെ യാതൊന്നിനോടും ഒട്ടലില്ല, കൃഷ്ണനിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ അസക്തനായിട്ടുള്ള കൃഷ്ണമതിയായിട്ടുള്ള എനിക്ക് അമലാത്മന എന്ന ഭാവം വന്നു. നിർമ്മല ചിത്തനായി ഞാൻ. എൻ്റെ ശരീരവും ശുദ്ധമായി തീർന്നു, മനസ്സും ശുദ്ധമായി തീർന്നു. അപ്പോൾ മനോബുദ്ധി അഹങ്കാരങ്ങൾ, ചിത്തം, ഇതൊക്കെ ശുദ്ധമായി തീർന്നാൽ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ശുദ്ധചിത്തനായിക്കൊണ്ട് ശുദ്ധ മനസ്സ്, ശുദ്ധ ശരീരം അങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെയുള്ള എൻ്റെ കാലേ, എൻ്റെ ഈ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപ്പെടാനുള്ള സമയം, ആ സമയത്ത് കാലപുരുഷൻ വന്നു, യമൻ വന്നു. എങ്ങനെയാ വന്നതെന്നല്ലേ? സൗദാമനി തടിയഥ. ഈ മേഘങ്ങളിൽ നിന്ന് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ആ മിന്നൽ ഈ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അത് വീണുപോകും. അങ്ങനെ പ്രാദുരഭൂത്, മിന്നലിൻ്റെ രൂപത്തിൽ കാലം പ്രത്യക്ഷപ്പെട്ടു. അപ്പം എന്തായി? സൗകര്യമായി. എൻ്റെ ശരീരം അപ്പം അങ്ങോട്ട് വീണു. ഇനി മറ്റൊന്നും കൂടി പറയാനുണ്ട്. ഇത് മിന്നലിൻ്റെ അത്രയും വേഗത്തിലാണ് ഈ ജീവിതം കടന്നു പോയത് എന്നൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. എൻ്റെ ശരീരത്തെ ഇങ്ങനെ മിന്നൽ അപഹരിച്ചു എന്നും. ഇനി ഈ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള വ്യാസമഹർഷിയോട് പറയാണ്, ഞാനിങ്ങനെ ശ്രീകൃഷ്ണനിലെ മാത്രം മനസ്സും ശ്രദ്ധയും ബുദ്ധിയും സകലം വെച്ചുകൊണ്ട് ശരിക്കും ഒരു അവധൂതനെ പോലെ സഞ്ചരിക്കുകയാണ്. ഒന്നും ആഗ്രഹമില്ലാതെ, ഒരു കാമാദി ദോഷങ്ങളൊന്നുമില്ല, നിർമ്മല മനസ്സാണ്. ഒരു ചളിയും എൻ്റെ ഇതിന് മനസ്സിനോ ശരീരത്തിനോ വരണില്ല, ശുദ്ധമാണ്. അങ്ങനെ ശോഭിച്ചതായിട്ട് മനസ്സോട് കൂടിയിട്ട് എൻ്റെ ഈ ഭൗതിക ദേഹത്തെ എപ്പോൾ ഞാൻ ഉപേക്ഷിക്കണമെന്ന് എനിക്കറിയില്ല. സമയം കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ മേഘത്തിൽ നിന്ന് ഒരു മിന്നല് എങ്ങനെയാണോ അവിടെ നിന്ന് വരുന്നത്, അങ്ങനെ ഈ കാലനും എൻ്റെ കാലം അവിടെ സമാപിക്കുകയായി. ഈ ദേഹം എന്നുള്ളത് ഇനി വേണ്ട ഈ ജീവന് എന്ന് മനസ്സിലായി കാലിന്. അപ്പോൾ ഭഗവാൻ ഇപ്രകാരത്തിൽ ഒരു മിന്നലിൻ്റെ രൂപത്തിൽ വന്ന് എന്നെ രക്ഷിച്ചു. ഏവം കൃഷ്ണമതേഹേ ബ്രഹ്മൻ അസക്തസ്യ അമലാത്മന. ബ്രഹ്മൻ അസക്തസ്യ. ഇപ്പം ചില ദിക്കില് നകാരം അഡീഷണൽ ആയിട്ട് വരും. ഇവിടെ ബ്രഹ്മൻ അസക്തസ്യ. അപ്പോൾ നകാരം, ഒരു നകാരത്തിൻ്റെ പകുതി ചില്ലിയെ ഉപയോഗിക്കണുള്ളൂ, മറ്റേ നകാരം കാണാലേണ്ടി വരും. അത് അകാരമായിട്ട് മാറും. കൃഷ്ണമതേഹേ ബ്രഹ്മൻ അസക്തസ്യ അമലാത്മന. ആ ദീർഘം അകാരമായിട്ട് മാറും. കാലഹ പ്രാദുഹു അഭൂത് കാലേ തടിത് സൗദാമനി യഥ. അപ്പോൾ തടിത്ത്, ആ മിന്നല്, അത് എപ്രകാരത്തിലാണോ സൗദാമനി മേഘമാലയിൽ നിന്ന്, സൗദാമനി വെച്ചാൽ മേഘങ്ങൾ, മഴമേഘങ്ങൾ, ആ മഴമേഘത്തിൽ നിന്നാണ് അത് വരിക, മിന്നൽ വരിക. അപ്പോൾ സൗദാമനിയിൽ നിന്നും തടിത്ത് എങ്ങനെയാണോ ഉണ്ടാകുന്നത്, തടിത്ത് സൗദാമനിയിൽ നിന്നും എങ്ങനെയാണോ ഉണ്ടാകുന്നത്, മിന്നല് മേഘത്തിൽ നിന്ന് എങ്ങനെയാണോ ഉണ്ടാകുന്നത്, അതേപോലെ എന്നിലേക്ക് ആ കാലസ്വരൂപനായിട്ട് മിന്നലാണ് വന്നത്, എൻ്റെ ദേഹത്തെ അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ രണ്ട് അർത്ഥത്തിലും ഇത് ഒന്നിങ്ങനെ പറയണോണ്ട് വിരോധമില്ല. ആ ജീവിതം വേഗത്തിൽ പോയി വ്യാസമഹർഷി എന്നും പറയാം. മിന്നല് പോലെ വേഗം ആ ജീവിതം തീർന്നുപോയി. അതല്ലെങ്കിൽ ഈ മിന്നലിൻ്റെ രൂപത്തിലാണ് എത്ര കാലമാണോ ഞാൻ പ്രാരബ്ധം അനുഭവിച്ചിട്ട് വേണ്ടത്, അതിനുശേഷം ഈ മിന്നലായിട്ട് വന്ന് എൻ്റെ ശരീരത്തിൽ നിന്നും ജീവനെ വേർപ്പെടുത്തി. എനിക്കത് സന്തോഷമായി. ഏവം കൃഷ്ണമതേർ ബ്രഹ്മൻ അസക്ത്യ അമലാത്മന. ഏവം കൃഷ്ണമതേർ ബ്രഹ്മൻ അസക്തസ്യ അമലാത്മന കാല പ്രാദുരഭൂത് കാലേ തടിർ സൗദാമനി യഥാ പ്രയുജ്യമാനേ മയിതാം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധ കർമ്മ നിർവാണോ അന്യപതൽ പാഞ്ചഭൗതിക. ഇപ്പം ഞാൻ വ്യാഖ്യാനിക്കുന്നത് പലതും ഈ പണ്ഡിതന്മാര് ചിലപ്പോൾ വിപരീതം പറയാം. നിങ്ങളത് കേട്ട് പരിഭ്രമിക്കണ്ട. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ പറയുന്നത് ഈ ഭഗവത് അനുഗ്രഹ പ്രകാരമാണ് എന്ന്. കാരണം സംസ്കൃതം പഠിക്കാത്ത ഞാനും
ഇതിൽ എന്താണോ ഉള്ളത് വെച്ചാൽ അത് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഞാൻ, അത് തമ്മിൽ ലേശം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, വ്യാകരണത്തിലേക്ക് നിങ്ങൾ പോണ്ട. ഞാൻ ഈ വാക്കിൻ്റെ ഭഗവത്വം ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ വ്യാകരണം ഇല്ല. എന്നാൽ വ്യാകരണം വേണ്ടേ? ചില നിർബന്ധമുള്ള വ്യാകരണങ്ങളുണ്ട്, അത് അതേപോലെ തന്നെ എടുക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിഭ്രമിക്കണ്ട. മറ്റു വല്ലവരും പറഞ്ഞു വിചാരിച്ച് നിങ്ങൾ പരിഭ്രമിക്കണ്ട. ഇതിൽ ഭഗവാനുണ്ട്. എൻ്റെ ഈ വാക്കുകളിൽ അത് കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല. ശരിയോ തെറ്റോ എന്നുള്ളത് ഭഗവാൻ നിശ്ചയിച്ചോട്ടെ. ഈ ഉറപ്പ് നാരദിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾക്കും ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ വ്യാകരണമല്ല, മറിച്ച് ആ വാക്കിൽ ഈ ഭഗവത്വം ഉണ്ട്, അതിനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. അല്ലാണ്ട് വ്യാകരണം കടിച്ചു കയറി അതല്ല വേണ്ടതെന്ന് സാരം. ഭാഗവത ഘാതകനാവണ്ട, ഭഗവത്വത്തെ പുറമേക്ക് കൊണ്ടുവരിക, അതാണ് ഗൂഢം മർമ്മം, അത് കണ്ടുപിടിക്കുകയാണ് വേണ്ട, അത്രേ വേണ്ടൂ. അപ്പം ഇങ്ങനെ പ്രയുജ്യമാനേമയി താം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവ്വാണോ ന്യപത പാഞ്ചഭൗതിക. ഇങ്ങനെ മയി ശുദ്ധാം മയി, അങ്ങനെയാണ് നിർമ്മലമായിട്ടുള്ള എന്നിൽ ഭാഗവതിയും, ഈ ഭഗവാനെ സംബന്ധിച്ചതായിട്ടുള്ള താം തനും, ഇത്രയും കാലം ഭഗവാനെ മാത്രമാണ് ഞാൻ സ്മരിച്ചത്. എത്ര കാലം എന്ന് പറഞ്ഞിട്ടില്ല, ആയുസ് ഇത്രയെന്ന് പറഞ്ഞിട്ടില്ല. 5-ാമത്തെ വയസ്സിൽ തുടങ്ങി, 60-ാമത്തെ വയസ്സിലായിക്കോട്ടെ, 100-ാമത്തെ വയസ്സിലായിക്കോട്ടെ, അത് മിന്നലിൻ്റെ വേഗത്തിലാണ് പോയത്. അറിഞ്ഞില്ല, സമയം പോയത് അറിഞ്ഞില്ല. കാരണം സദാസമയത്തും സന്തുഷ്ട മനസ്സാ. പിന്നെ ഷഡ്വൈരി ഷഡൂർമി ഷഡൈര്യൊന്നും ഇല്ല, ബാധിക്കുന്നില്ല, പഞ്ചക്ലേശങ്ങളൊന്നും ഇല്ല. അത് കാരണം ഒന്നും അറിയില്ല, അങ്ങനെ പോയിക്കോളും. ബേസിക് നീഡ്സ് പോലും വേണ്ട. അപ്പോൾ അതുകൊണ്ട് അത് വേഗം പോയി, അതുകൊണ്ട് പേടിക്കാല്ല. അപ്പം അങ്ങനെ നിർമ്മല ചിത്തനായിട്ടുള്ള എൻ്റെ ഈ ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയത് ആ തനുവിനെ, ഈ ശരീരത്തെ പ്രയുജ്യമാനെ, പ്രയോഗിക്കുന്ന സമയത്ത് ആരബ്ധ കർമ്മ നിർവ്വാണ, ആരംഭിച്ചതായിട്ടുള്ള കർമ്മത്തിൻ്റെ അവസാനിപ്പിക്കൽ, അത് പാഞ്ചഭൗതിക, ഈ പാഞ്ചഭൗതിക ദേഹത്തെ ഇനി ആവശ്യമില്ല, അതുകൊണ്ട് അത് ന്യപതത് വീണു. പ്രയുജ്യമാനെ എന്തിനാ യോജിപ്പിക്കേണ്ടത്? പ്രയോഗിക്കേണ്ടത് എന്തിനാ? യോജിപ്പിക്കുക. പ്രയുജ്യമാനെ എന്നുള്ളത് യോജിപ്പിക്കുക എന്നൊരർത്ഥമുണ്ട്. അതേപോലെ തന്നെ പ്രയോഗിക്കുക. അപ്പോൾ ദേഹം കൊണ്ട് നമ്മൾ എന്താ പ്രയോഗിക്കുന്നത്? അപ്പോൾ ഞാനിവിടെ നിന്ന് ഭാഗവതം വായിക്കണു, ഞാൻ ഭാഗവതത്തെ പറയണു, നിങ്ങൾ ഭാഗവതത്തെ കേൾക്കണു. രണ്ടുപേരുടെയും സമയം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ അതിൻ്റെ ഒരു സമയ വ്യത്യാസം വന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ വാക്കുകളെ യോജിപ്പിച്ച് അതിലേക്ക് ഭഗവത്വത്തെ കയറ്റാണ്. നിങ്ങൾ കേട്ടിട്ട് അതിനെ ആ ഭഗവത്വത്തെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത്ര വ്യത്യാസമുള്ളൂ. ഗീവ് ആൻഡ് ടേക്ക്. അപ്പോൾ ഞാൻ ഗീവ് ചെയ്യണു, നിങ്ങളത് ടേക്ക് ചെയ്യണു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് പ്രയോജ്യമാനെ. ഈ ശരീരം കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ചെയ്യേണ്ട അത്രയും മയി, എന്നിൽ, പ്രയുജ്യമാനെ മയി, ഞാൻ എൻ്റെ ഈ പ്രയോഗത്തിൽ എന്നിൽ, താം ശുദ്ധ, അത് പ്രത്യേകമുണ്ട്, ഏറ്റവും ശുദ്ധമായിട്ടുള്ള എൻ്റെ ഈ മനസ്സ്, ശരീരം, എൻ്റെ ഭാവം, ആ ഭാവത്തെ, അതേപോലെ തന്നെ എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് ഞാനും ഒരു ഭഗവാനായിരുന്നു, താതാത്മ്യം കിട്ടിയിരിക്കണം. എൻ്റെ ദേഹവും എൻ്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ട്, ഈ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രയാണല്ലോ, അപ്പോൾ അത് ശുദ്ധമായി കഴിഞ്ഞാൽ ഒരു ഈശ്വരഭാവം വരും. അപ്പോൾ ഈ ദേഹത്തിൽ എന്ത് സംഭവിച്ചാലും ഒന്നും സംഭവിക്കില്ല, പ്രഹ്ലാദനെ പോലെ. അതുകൊണ്ട് ഞാനും ഭാഗവതിയും തനും ആയിട്ട് മാറിയതുകൊണ്ട് ആരബ്ധകർമ്മ നിർവ്വാണോ. എന്നാലോ ഈ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെയുള്ള കർമ്മങ്ങളെ തുടക്കം മുതൽ അവസാനം വരെ കൊണ്ടു നടക്കണം, അതാണ് പ്രാരബ്ധം. അപ്പോൾ ഈ പ്രാരാബ്ധം അല്ല കേട്ടോ, പ്രാരബ്ധം എന്നേ ഉള്ളൂ, ദീർഘമില്ല. എല്ലാവരും പ്രാരാബ്ധം എന്ന് വായിക്കാറുണ്ട്, പ്രാരബ്ധം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ആരംഭിച്ച ആ കർമ്മം അതിൻ്റെ ഒടുങ്ങുന്നത് വരെ, കർമ്മം ഒടുങ്ങലാണ് ശരീരം വിട്ടുപോകല്. അപ്പോൾ ആരബ്ധ കർമ്മത്തിൻ്റെ നിർവ്വാണം, അതിൻ്റെ സമാപനം. ദേഹം കിട്ടി, കുറച്ചു കാലം പ്രവർത്തിക്കണം, 100 കൊല്ലാച്ചാൽ 100 കൊല്ലം, അത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കണം. അത് ഇവിടെ ഭാഗവതിയും തനും ആയതുകൊണ്ട്, തനു മാത്രമല്ല, ഈ മനസ്സും ഈ ജീവനും പ്രാണനും ഒക്കെ ഈശ്വരമയം ആയതുകൊണ്ട് അവിടെ ഇനി മറ്റൊന്നും ചിന്തിക്കാനില്ല. ഈ ശരീരം കൊണ്ട് വീണുപോയാൽ ഭഗവാനിൽ ലയിക്കുക ആ മട്ട. അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഗവതിയും തനും ഈ ആരബ്ധ കർമ്മ നിർവ്വാണ, അങ്ങനെ നിർവ്വാണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒടുക്കം എന്താണ്ടായത്? പാഞ്ചഭൗതിക ന്യപതത്, ഈ പാഞ്ചഭൗതികമായിട്ടുള്ള ഈ ദേഹം വീണുപോയി.
ഈ ജീവനും മനസ്സും കൂടിയിട്ട് നേരെ ബ്രഹ്മാവിലേക്കാണ് എത്തിയത് കേട്ടോ. അങ്ങനെ ബ്രഹ്മാവിൽ നിന്നാണ് ഭഗവാങ്കൽ ലയിച്ചു. ബ്രഹ്മാവിൽ നിന്ന് അടുത്ത ബ്രഹ്മാവിലൂടെയാണ് പുറത്തു വന്നത് എന്നാണ് പറയാറ്. എൻ്റെ വ്യാഖ്യാനം അങ്ങനെയാണ്. നാരദൻ ഈ 5 വയസ്സായിട്ടുള്ള ഉണ്ണി ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ 5 വയസ്സിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. 100 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടാവാം. ഈ 100 വയസ്സിൽ നാരദൻ ശരീരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ നേരിട്ട് ഭഗവാങ്കൽ ചേർന്നു എന്നും അടുത്ത സൃഷ്ടി, അടുത്ത കൽപ്പത്തിൽ ബ്രഹ്മാവ് നാഭിപത്നത്തിലുണ്ടായപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ മനസ്സിലൂടെ ആ നാരദൻ വീണ്ടും ശരീരമെടുത്തു. അപ്പോഴേക്കും ഈശ്വരഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ നാരദന് ത്രികാലജ്ഞാനമുണ്ട്, കർമ്മത്തിന് ബന്ധമില്ല. അപ്പോൾ വീണ്ടും ഒരു സംസാരം എന്നുള്ളത് സംഭവിക്കണില്ല. നമ്മുടെ ശരീരം കർമ്മവുമായിട്ട് ബന്ധമുണ്ട്, തദ്ഫലവുമായിട്ടും ബന്ധമുണ്ട്. നാരദന് ഇത് രണ്ടുമില്ല. നാരദൻ ശപിച്ചു ആയിക്കോട്ടെ, അത് പ്രശ്നമില്ല, നാരദനെ ബാധിക്കുന്നില്ല. നാരദൻ എന്തെങ്കിലും ഏഷണി കൂട്ടി, നമ്മളങ്ങനെയാണല്ലോ പറയുക. അവിടെ കംസനോട് പറയുന്നുണ്ട്, അബുധ, ഇത് 8ാമനാണോ 1ാമനാണോ നിശ്ചയില്ല, നീ എൻ്റെ ശരീരം വേണച്ചാൽ കാത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സാരം നാരദന് അതിൻ്റെ പ്രാരബ്ധം വരില്ലേ? ഇല്ല. എന്താ കാരണം? ഇത് ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. വേഗം അവതാരങ്ങൾ നടക്കണം. അതിന് ഈ ജനിച്ച സമയത്ത് കുട്ടികളെ അപ്പളേക്ക് കൊല്ലണം. ഷഡ്ഗർഭന്മാർക്ക് അങ്ങനെ ഒരു യോഗമുണ്ട്. അപ്പോൾ നാരദൻ ചെയ്യുന്നത്, നാരദന് കർമ്മബന്ധം വരണില്ല, കർമ്മ പ്രാരബ്ധം വരണില്ല. അത് ഭഗവാന്റെ ഇഷ്ടത്തോട് കൂടിയിട്ട് ദേഹം ഭഗവത് ആണ്, അതുകൊണ്ട് ദേവർഷിയാണ്. അപ്പോൾ ഇവിടെ ഈ പാഞ്ചഭൗതികമായിട്ടുള്ള ശരീരം ന്യപതത് വീണുപോയി. ഇനി ശരീരമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ആകല്പം ആണ്. അതായത് ഇനി നാരദൻ അങ്ങനെ ഒരു പ്രശ്നമില്ല, അതാണ്. അപ്പം അത്രയും ഒരു ഉറപ്പിച്ചു എന്ന് സാരം. പ്രയുജ്യമാനേ മയി താം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവാണോന്യപതത് പാഞ്ചഭൗതിക. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ശരീരത്തെ ഇങ്ങനെ പ്രയോഗിക്കണം. ഭാഗവതം കേട്ടിട്ടും ഭഗവത് സ്മരണയോട് കൂടിയിട്ടും അതെങ്ങനെയൊക്കെയാണ് എന്നിലുള്ളത് അത് മുഴുവൻ സമർപ്പിക്കുക ഭഗവാന് വേണ്ടിയിട്ട്. ഓരോരുത്തരും അവരവരിലുള്ളത് ഭഗവാന് സമർപ്പിക്കുക, പഞ്ചേന്ദ്രിയങ്ങൾ സമർപ്പിക്കുക. അതേപോലെ തന്നെ കിട്ടിയതായിട്ട് സമ്പാദിച്ചതായിട്ട് കുറേ ഉണ്ട്, അത് മുഴുവൻ ഭഗവാന് സമർപ്പിക്കുക. അത് വിരാട്ടിനാവാം, ബ്രഹ്മത്തിനാവാം, ആർക്കാച്ചാവാം. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ ശരീരത്തിൻ്റെ പ്രയോജനം. യോജിപ്പിക്കൽ, അതല്ലെങ്കിൽ അതിനെ പ്രയോഗിക്കൽ. ഈ ശരീരം കൊണ്ട് നാം സമ്പാദിച്ചതിനെ മുഴുവൻ പൂർവ്വജന്മത്തിലേതുപോലും ഒഴിവാക്കാൻ, ദാനം കൊണ്ട് പൂർവ്വജന്മത്തെ ഒഴിവാക്കാൻ സാധിക്കും. നമസ്കാരം കൊണ്ട്, ഭണ്ഡാര സമർപ്പണം കൊണ്ട് ഒക്കെ പൂർവ്വജന്മത്തെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മിലുള്ളതല്ലേ നമ്മൾ കൊടുക്കുക, നമ്മൾ സമ്പാദിച്ചതല്ലേ നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് ഇത് തീരോ എന്നാണെങ്കിൽ അവിടെ ഈ മനസ്സ് പരിപൂർണമായിട്ട് ഭഗവത് അർപ്പിതമാണ് എങ്കിൽ അപ്പം നമ്മുടെ ചിന്ത, സങ്കല്പം, വികല്പം ഒക്കെ ഭഗവാനിലാവും. അതേപോലെ തന്നെ അടുത്തതാണ് ദേഹം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, അതേപോലെ വാക്കുകളെ കൊണ്ട് പറയുന്നത്. ഇത് മുഴുവൻ ഭഗവത് അർപ്പിതമായി കഴിഞ്ഞാൽ പിന്നെ പൂർവ്വജന്മം കൂടി ഇതിലാണ് തീരും. അതുകൊണ്ട് പ്രയോഗിക്കുകയാണ് വേണ്ടത്. ഇത് എങ്ങനെയാണ് വേണ്ടത്? ഉപയോഗിക്കുക, ഉപയുക്തമാണ്. പഞ്ചഭൂതാത്മകം ദേഹം ഉപയുക്തം, പഞ്ചപ്രാണ മനോബുദ്ധി. അപ്പോൾ അത് ഈ പ്രാരബ്ധത്തെ ഭുജിക്കാനുള്ള ഒരു ഉപയുക്തം മാത്രമാണ്. ഇങ്ങനെയുള്ള ഈ ദേഹത്തെയാണ് അവിടെ ന്യപതത് വീണുപോയത്. അപ്പം നമുക്കും ഇതെന്ത് വേണം? നമ്മൾ വീണു പോകുമ്പോഴേക്കും നമ്മിലൊന്നും ബാക്കിയാവരുത്. അങ്ങനെ ഉറപ്പിച്ചാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. നമുക്ക് കടങ്ങൾ കുറേ തീരാനുണ്ട്. അപ്പോൾ ഈ കടങ്ങൾ ദേവകടം, ഋഷികടം, പിതൃകടം ഒക്കെ തീരണം, എന്നാലേ മുക്തി കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് മാത്രം മതിയാവില്ല, നമ്മളോട് കടപ്പെട്ടവർക്കും ഇത് നമ്മൾ ചെയ്യേണ്ടി വരും. അതെങ്ങനെയൊക്കെ ചെയ്യണം അത് ഓരോരുത്തരും ഓരോന്ന് പറയും, അതിനനുസരിച്ച് ചെയ്തോളാം. ഏതാണ് ക്ലിക്ക് ആവുക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഏതെങ്കിലും ഒന്ന് ഈ ശുദ്ധ മനസ്ക ഭാവത്തിലാണെങ്കിൽ, ശുദ്ധ മനസ്സിനാണ് നിൽക്കുക, അത് ഏതെങ്കിലും ഒന്ന് ക്ലിക്കാവും, അത് താതാത്മ്യം വരും. ഉറപ്പായിട്ടും നമ്മുടെ കടം വീടും. മകന്, മകൾക്ക്, മുത്തശ്ശന്, അച്ഛന്, അല്ലെങ്കിൽ മറ്റ് ഭാര്യ വീട്ടുകാർക്ക് ഒക്കെ കടമുണ്ട് കേട്ടോ. അത് ഈ അപമൃത്യു വന്ന സമയത്ത് എല്ലാ പിതൃക്കൾക്കും എന്ന നിലയ്ക്ക് കൊടുക്കുമ്പോൾ ഞാനും എൻ്റെ പരമ്പരയ്ക്കും എൻ്റെ അമ്മയുടെ പരമ്പരയ്ക്കും, അപ്പോൾ അച്ഛൻ്റെ പരമ്പര, അമ്മയുടെ പരമ്പര, ഭാര്യയുടെ പരമ്പര, ഗുരുവിൻ്റെ പരമ്പര, ഗുരുപത്നിയുടെ പരമ്പര, സുഹൃത്തിൻ്റെ പരമ്പര, സുഹൃത്തിൻ്റെ പത്നിയുടെ പരമ്പര,
ജ്ഞാതി ബന്ധുക്കളുടെ പരമ്പര, ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ 7 എണ്ണം ഉണ്ടെന്ന 7 തരം പരമ്പരയുണ്ട്. രാജാവിൻ്റെ പരമ്പര, രാജപത്നിയുടെ പരമ്പര, ഇതൊക്കെ നമ്മൾ കടം വീട്ടണമെന്നാ. അത്യത്ഭുതമാണ്. ഇങ്ങനെ 7 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ കടം മുഴുവനും നമ്മൾ ഈ ജീവിതം കൊണ്ട് വീട്ടാൻ പറ്റുന്ന അതാണ് ആലോചിക്കേണ്ടത്. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെയാണ് വീട്ടേണ്ടത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര 4. അതിൽ തന്നെ മറ്റൊരു 3 വിഭാഗങ്ങളുണ്ട്. അങ്ങനെ 7 തരത്തിൽപ്പെട്ടതായിട്ടുള്ള പ്രേത ഭാവമുണ്ട്. അതിനെയും ഈ 7 പരമ്പരകളെ ശുദ്ധമാക്കുമ്പോൾ അത് നമുക്ക് തീർക്കാൻ സാധിക്കും. ഇങ്ങനെ വൈദികം പലതും ഈ ജീവന്റെ മുക്തിക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടിരിക്കണു. ഇതൊക്കെ സനാതന ധർമ്മമാണ്. അത് മനുസ്മൃതി കത്തിച്ചോണ്ടോ സനാതന ധർമ്മം നശിപ്പിക്കപ്പെട്ടോണ്ടോ ഇനി ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടോ അതൊന്നും ഈ ഭൂമിയിൽ ഇല്ലാണ്ടാവില്ല. അത് അന്തരീക്ഷത്തിലുണ്ടാവും. ഓരോരുത്തർക്ക് എപ്പോഴാണോ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അത് കിട്ടി പ്രയോഗിച്ചിരിക്കും. ആ ജീവന് മുക്തിക്ക് അർഹതയുണ്ടെങ്കിൽ ആ ജീവൻ ഈ കടം മുഴുവനെ വീട്ടിയിട്ട് അവൻ മുക്തനായിക്കൊള്ളും. മറ്റത് ഈ കടം വാങ്ങി കൂട്ടുക, അത്രയേ ഉള്ളൂ. സംസാരം കൂടുതൽ വരിക, വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ പ്രയോഗിക്കണം, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഭോഗസാധനമാണ്, പ്രാരബ്ധത്തെ തീർക്കാനുള്ള ഭോഗസാധനമാണ്. അപ്പം അതിന് നമ്മൾ ഈ ശരീരത്തെ ഉപയോഗിക്കുക തന്നെ വേണം. അതാണ് പ്രയുജ്യമാനേ മയി താം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവാണോന്യപതൽ പാഞ്ചഭൗതികാം. അപ്പോൾ ശരീരം വീണുപോയി എന്ന് പറഞ്ഞു. 26, 27, 28, 29 4 ശ്ലോകം ഒരുമിച്ച് പറയുകയാണ് ഉണ്ടായത്. 9ാമത്തെ ഭാഗമായിട്ട് പ്രഥമ സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായം. ശ്രീ ഗുരുവായൂരപ്പ നാരായണ.